ഇപ്പൊ ദുർഗയ്ക്കുള്ള ഗിഫ്റ്റ്. ഇതിവിടെ ഇരിക്കട്ടെ, അവക്കിതിന്റെ ഒരു ആവശ്യമില്ല. എന്റെ കയ്യിന്നോ ഈ വീട്ടിന്നോ നിനക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ദുർഗെ. ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അങ്ങനെ SP പറഞ്ഞിട്ട് ഞാൻ മന്ദാകിനി കൊലക്കേസ് അന്വേഷിക്കാൻ വയനാട്ടിലെ മേപ്പാടി വരെ ഒന്ന് പോയി. അവിടെ ഏതാണ്ട് ഒരു 6 മാസം താമസിച്ചു. ഞാൻ രാവിലെ ഒരു 5-5:30 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് നേരെ എവിടെ പോകണമെന്നറിയാമോ? അവിടുത്തെ ജംഗ്ഷനിൽ അവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കട പോയിട്ട് അവിടെ ചായ കുടിക്കാൻ വരുന്നില്ല, അവരുമായിട്ട് എല്ലാം സംസാരിച്ച് വിവരങ്ങളെല്ലാം തിരക്കും. അത് കഴിഞ്ഞൊരു 10-10:15 നേരെ അവിടെ വിടും. എവിടെ? ബാർബർ ഷാപ്പില്. സംഭവം എന്താണെന്നറിയാമോ? ഈ ലോക്കൽ ന്യൂസ് ഒക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലം ഇതൊക്കെയാണെന്ന്. ഏത്? ഞാൻ അവിടെ താമസിച്ച സമയം കൊണ്ട് ഏതാണ്ട് 4-5 മോഷണ കേസിനും 4 കൊലക്കേസിനും തുമ്പുണ്ടാക്കി. അറിയോ? അപ്പോ മന്ദാകിനി? അതല്ലേ രസം. അവളെ പുലി പിടിച്ചതാണെന്ന്. പാവം, അന്നത്തെ SIയുടെ കയ്യിൽ നിന്ന് അവളെ ഭർത്താവിന് ഇടി കിട്ടിയത് മിച്ചം. അല്ല, ദുർഗ മോളല്ലേ അത്? ഇന്നെന്താ കടയിൽ പോയോ? ആ, അബി പോയി കൊറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നതാ. അത് പോരാന്ന് ചെറിയമ്മ പറഞ്ഞു. അതാ പിന്നെ ഞാൻ ഇറങ്ങി. ആ തള്ളക്ക് ഭ്രാന്താണ്. ഇതൊന്നും വേണ്ടിട്ടൊന്നുമല്ല, ചുമ്മാ ദുർഗ മോളെ ഒന്ന് നടത്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാനൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ല കുട്ടേട്ടാ, ഇന്ന് പൃഥ്വി അശ്വതയും വിരുന്നിന് വരുന്ന ദിവസമല്ലേ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വാങ്ങാൻ പറഞ്ഞു വിട്ടതാ. അല്ല, എന്തോന്നത്? മട്ടൻ ഉണ്ട്, പിന്നെ കുറച്ച് മസാലകളും മറ്റുമൊക്കെയാ. ഇനി ഇതെല്ലാം താൻ തന്നെ പ്രിപ്പയർ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കൂട്ടം പറഞ്ഞുതരാം. കറി റെഡിയായി കഴിഞ്ഞ് അവനില്ലേ ആ പൃഥ്വി, അവനുള്ളത് മാത്രം മാറ്റി വെക്കണം. അതിൽ കുറച്ച് വിമ്മിട്ട് കലക്കി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അവനെ കഴിപ്പിക്കണം. അവസാനം അവന്റെ വയറ് കലങ്ങി പിടിവിട്ട് വരുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് പോയി ബാത്റൂം ലോക്ക് ചെയ്ത് കീ അങ്ങ് മാറ്റി വെക്കും. അയ്യേ, അതെന്തിനാ? നമ്മൾ അന്വേഷിക്കുന്ന മേനോനി എക്സും ആരാണെന്ന് പറഞ്ഞാലേ കീ തരുള്ളൂ പറയണം. എന്നിട്ടെന്ത്? എക്സും വൈയും ഇസോട്ട് ആരാണെന്ന് പറഞ്ഞിട്ട് ഈ മാച്ചോണ്ട് ഓടുന്നത് നമുക്ക് കാണാം. കൊള്ളാം. ഇങ്ങനെയാണ് കുട്ടേട്ടനപ്പൊ കേസ് തെളിയിക്കുന്നതല്ലേ? നല്ല ഇൻട്രോഗേഷൻ. സ്കോട്ടിഷ് പോലീസ് പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് വേൾഡിലെ ബെസ്റ്റ് പോലീസ് അവരാണെന്നാ പറയുന്നത്. യാദവൻ പറഞ്ഞത്. അവനെ വിളിച്ചോണ്ട് വാ. ലോകത്തിലെ ഏറ്റവും നല്ല പോലീസ് കേരള പോലീസ് തന്നെ. അത് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല അമ്മേ. ഞങ്ങളിപ്പോ ഒന്നിച്ച് ആദ്യമായിട്ട് അശ്വതിയുടെ വീട്ടിലേക്ക് പോകുന്നതല്ലേ, അപ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും വേണം. അല്ലാതെ ഇങ്ങോട്ട് വന്നപ്പോ ആർക്കും വേണ്ടാത്ത അച്ചപ്പവും കൊഴലപ്പവും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ സങ്കടം കൊണ്ട് പറയുന്നതാ. നിങ്ങളിപ്പോ ചെല്ലുമ്പോ ഗിഫ്റ്റ് കൊണ്ട് ചെല്ലുമെന്ന് അവര് പ്രതീക്ഷിക്കില്ലേ? അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്ന് ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് ഇപ്പൊ ഗിഫ്റ്റ് കൊണ്ടുപോകണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പൂർണിമ ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അവൾക്ക് എവിടെ എന്ത് ചെയ്താൽ ആളാവണമെന്ന് അറിയാം. അതിനുവേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ. അല്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും പൂർണിമ ഗിഫ്റ്റ് വാങ്ങി അവിടെ കൊടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവരുന്ന പോലെ ഏൽപ്പിക്കാറുന്നല്ലോ. കല്യാണം നടത്തിയതവൻ ആ രീതിയിലല്ലേ? അമ്മയ്ക്കിപ്പോ എന്താ പ്രശ്നം? എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പോയിട്ട് വാ. ഈ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നതിന്റെ കൂടെ അവിടുന്ന് കൊണ്ടുവന്ന സമ്മാനങ്ങളും കൂടി തിരിച്ചു കൊണ്ടുവയ്ക്കും. ഇവിടെ ഇരുന്നാലും അതൊന്നും ആരും കഴിച്ചു തീർക്കാൻ പോകുന്നില്ല. അവിടെ കൊണ്ടുപോയാ അത് കളയേണ്ടി വരില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അതൊന്നും വേണ്ട അമ്മ. അവിടുന്ന് കൊണ്ടുവന്നൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇറങ്ങാടോ. എപ്പോ തിരിച്ചു വരും? നമ്മള് എപ്പോഴാണോ തിരിച്ചു വരുന്നത്? വൈകിട്ടാവുമായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ല. അതിനു മുൻപേ കാര്യങ്ങളൊക്കെ ഭാര്യയുടെ തീരുമാനത്തിലായോ? ഇത്ര വലിയ പെൺകോന്തനായി പോയോടാ. ഭാര്യയും ഭർത്താവും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതില് എന്താ ഇപ്പൊ ഇത്ര തെറ്റ്? അതിലൊരു തെറ്റുമില്ല, അത് നല്ലത് തന്നെയാ. ഭർത്താവ് ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് ഒരു പരിഗണന തന്ന ഉടനെ അവരെ പെൺകോന്തന്മാരെന്ന് വിളിച്ച് തരം താഴ്ത്തുന്ന രീതിയൊക്കെ പഴയ ചിന്താഗതിയും കാഴ്ചപ്പാടും മനസ്സിലുള്ളവരുടെ പ്രശ്നങ്ങളാ. ചേച്ചി അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാതെ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ആളായിരുന്നു പൃഥ്വി. എന്തിനാ മക്കളെ ഇതൊക്കെ വാങ്ങിയത്? അതെ, കല്യാണത്തിന് തന്നെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങി തന്നല്ലേ. അതൊന്നും സാരമില്ല. ഇനി ഇവിടെ ഉള്ളവരെല്ലാരും എന്റെ ഫാമിലി തന്നെയല്ലേ. സന്തോഷായി മോനെ.
ഇങ്ങനെ ചിന്തിക്കാൻ മനസ്സുള്ള ഒരു മരുമകനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അല്ലെങ്കിലും പൃഥ്വിചേട്ടൻ ഗ്രേറ്റ് ആണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. അന്ന് സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗോപ്രൈസ് എന്നില്ലേ. ഓ അബിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് വലിയ സന്തോഷമായി. അഷി, ദുർഗയ്ക്ക് വാങ്ങിയില്ലേ? ഇല്ല. അതെന്താ എല്ലാവർക്കും വാങ്ങിയിട്ട് ദുർഗക്ക് മാത്രം വാങ്ങാതിരുന്ന എന്തേ? ദുർഗയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അഷിയുടെ ഇഷ്ടത്തിന് അവള് ചെയ്തു. ഇനി അതില് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് എന്തിനാ? ഇനി അതും പറഞ്ഞ് ആരും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. അതെ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്തിനാ ഗിഫ്റ്റ് ഒക്കെ? കല്യാണത്തിന് ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിക്കൊടുത്തതല്ലേ? അതെന്താ കല്യാണത്തിന് നിനക്കും വാങ്ങിയില്ലേ ഗിരിജെ? എന്നെ പോലെയാണോ ദുർഗ? ഞാൻ അഷിയുടെ ഒരേ ഒരു അപ്പച്ചിയല്ലേ. എന്റെ കാര്യം എന്റെ അഷിമോള് മറക്കില്ല. ദുർഗയ്ക്ക് വാങ്ങാത്തത് എന്തായാലും മോശമായിപ്പോയി. അവൾ ഈ വീട്ടിലെ ഒരു അംഗാണെന്നെങ്കിലും ഓർക്കാമായിരുന്നു. ആ, ഇനി വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. അതൊന്നും വേണ്ട മോളെ, അമ്മ വെറുതെ ഓരോന്ന് പറയുന്നതാ.